375 നമ്പർ ബസ്. ബംഗളൂരിലെ പ്രേതകഥ. ബംഗളൂരിലെ തിരക്കേറിയ റോഡുകളിലൂടെ ഓടുന്ന 375 നമ്പർ BMTC ബസ്സിനെ കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ പലപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. രാത്രികാലങ്ങളിൽ ഈ ബസ്സിൽ യാത്ര ചെയ്തവർ പങ്കുവച്ച ചില പ്രേതാനുഭവങ്ങളാണ് ഇതിനെ ഒരു നഗര ഐതിഹ്യമായി അല്ലെങ്കിൽ അർബൻ ലെജൻഡ് സ്റ്റോറിയായി മാറ്റിയത്. ബസ്സിനെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കഥ അർദ്ധരാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. രാത്രി വൈകി ബസ് ഓടുമ്പോൾ വിജനമായ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഒരു സ്ത്രീ കൈ കാണിക്കും. ബസ് നിർത്തുകയും അവർ അകത്തേക്ക് കയറുകയും ചെയ്യും. എന്നാൽ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ച് ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോഴോ ആ സ്ത്രീ ബസ്സിനുള്ളിൽ കാണില്ല. അവർ അപ്രത്യക്ഷമാവും എന്നതാണ് കഥയിൽ പറയുന്നത്. ഈ റൂട്ടിൽ രാത്രി ഡ്യൂട്ടി എടുക്കാൻ ഭയപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. ബസ് ഓടിക്കുമ്പോൾ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുക, വശങ്ങളിലെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സീറ്റുകളിൽ ആരെങ്കിലും ഇരിക്കുന്നത് പോലെ തോന്നുക, എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാതിരിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. ഈ ബസ് പ്രധാനമായി സർവീസ് നടത്തിയിരുന്നത് മാരത്തഹള്ളി ഭാഗത്തായിരുന്നു. പലയിടത്തും വിജനമായ പറമ്പുകളും ശ്മശാനങ്ങളും ഉണ്ടായിരുന്നു. പാമ്പുകളും ഈ ശ്മശാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ കഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവിടെ ഉണ്ടാവുന്ന ചില ചിലമ്പൽ ശബ്ദങ്ങളാണ്. രാത്രിയിലെ ഏകാന്തതയും നിഴലുകളും ആളുകളിൽ ഭയം ജനിപ്പിക്കുകയും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാൻ ആളുകൾക്ക് കാരണമുണ്ടാക്കുകയും ചെയ്യും. അതിൽ ഒരാൾ പറഞ്ഞ കഥ മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഭീകരമായി മാറുന്നു. സോഷ്യൽ മീഡിയയിലും ബ്ലോഗിലും ഇത്തരം ക്രീപ്പി കഥകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ കഥകളിലെ പ്രേതബാധയ്ക്ക് പിന്നിലെ കാരണമായി പറയുന്ന പ്രധാന സംഭവങ്ങൾ ഈ റൂട്ടിലോ അല്ലെങ്കിൽ ഈ ബസ്സിലോ വെച്ച് മുൻപ് നടന്ന ഏതെങ്കിലും അപകടത്തിൽ മരിച്ചവരുടെ ആത്മാക്കളാണ് അവിടെ അലഞ്ഞു തിരിയുന്നതെന്ന് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയിൽ ബസ് കയറുന്ന സ്ത്രീകളുടെ രൂപം ഒരു അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ആളുടേതാണെന്ന് പറയപ്പെടുന്നു. തനിക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത യാത്രയുടെ ബാക്കി പത്രമായി അവർ ഇപ്പോഴും ബസ് കാത്തു നിൽക്കുന്നുവെന്നാണ് കഥ പറയുന്നത്. പഴയ ബംഗളൂരുവിലെ പല റൂട്ടുകളും പണ്ട് ശ്മശാനങ്ങളായിരുന്നു. അടുത്തിടെയാണ് അത് പിന്നെ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ ആയി തുടങ്ങുന്നത്. രാത്രികാലങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതലായിരുന്നു. അത് ബസ്സിലേക്ക് കയറിക്കൂടുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. 375 നമ്പർ ബസ് കടന്നു പോകുന്ന ചില വിജനമായ വഴികൾ ഇത്തരം കഥകൾക്ക് ആക്കം കൂട്ടി. ബംഗളൂരിലെ തിരക്കേറിയ ചില ഫ്ലൈ ഓവറുകൾക്കും റോഡുകൾക്കും സമീപം നടന്ന ആത്മഹത്യകൾ ഇത്തരം പ്രേതകഥകൾക്ക് കാരണമുണ്ടാക്കി. സമാധാനം ലഭിക്കാത്ത ആത്മാക്കൾ രാത്രികാലങ്ങളിൽ വാഹനയാത്രക്കാരെ ശല്യപ്പെടുത്തുന്നുവെന്നും വിശ്വാസമാണ് ഇതിനു പിന്നിൽ. 375 നമ്പർ ബസ്സിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കരുതുന്നത് ഇത് ബംഗളൂരുവിലെ സംഭവമാണെന്നാണ്. എന്നാൽ ഈ വിചിത്രമായ കഥയുടെ യഥാർത്ഥ ഉറവിടം ബംഗളൂരുവിലല്ല, ചൈനയിലെ ബീജിംഗ് നഗരത്തിലാണ്. അവിടെ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് ദത്തെടുക്കപ്പെട്ടത്. ബീജിംഗ് യുവൻ മിങ് ഹുവൻ ബസ് ടെർമിനലിൽ നിന്ന് പുറപ്പെട്ട് ഫ്രാഗ്രന്റ് ഹിൽസ് എന്ന സ്ഥലത്തേക്കുള്ള റൂട്ടായിരുന്നു ഇത്. ഈ സംഭവം നടന്നതായി പറയപ്പെടുന്നത് 1995 നവംബർ 14 അർദ്ധരാത്രിയിലാണ്. അന്ന് രാത്രി സർവീസ് നടത്തിയ അവസാന ബസ്സിനെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ പ്രചരിച്ചത്. അർദ്ധരാത്രിയിൽ ബസ് ഓടിക്കൊണ്ടിരിക്കെ വഴിയിൽ നിന്ന് 3 യാത്രക്കാർ ബസ്സിൽ കയറി. അതിൽ 2 പേർ ചേർന്ന് മൂന്നാമതൊരാളെ താങ്ങി പിടിക്കുകയായിരുന്നു. അവർ പുരാതന ചൈനീസ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അവരുടെ മുഖം വിളറി വെളുത്തിരിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവുമായി മനഃപൂർവ്വം വഴക്കുണ്ടാക്കി. തന്റെ പേഴ്സ് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചായിരുന്നു വഴക്ക്. തുടർന്ന് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തി അദ്ദേഹവും ആ യുവാവും പുറത്തിറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വൃദ്ധൻ യുവാവിനോട് പറഞ്ഞു, ഞാൻ വഴക്കുണ്ടാക്കിയത് നിന്റെ ജീവൻ രക്ഷിക്കാനാണെന്ന്. ആ 3 പേർക്കും കാലുകൾ ഉണ്ടായിരുന്നില്ല, അവർ ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 375
275 നമ്പർ ബസ് അതിന്റെ കണ്ടക്ടറും ഡ്രൈവറും കൂടി കാണാതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 3 ദിവസത്തിന് ശേഷം 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡാമിൽ ആ ബസ് കണ്ടെത്തി. ബസ്സിനുള്ളിൽ ഡ്രൈവറും കണ്ടക്ടറും അഴുകിയ മൃതദേഹങ്ങളായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ അത്ഭുതകരമായ കാര്യം, ഇന്ധന ടാങ്കിൽ പെട്രോളിന് പകരം മനുഷ്യന്റെ രക്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവം ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ അർബൻ ലെജൻഡ് സ്റ്റോറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഔദ്യോഗികമായി ഇത്തരമൊരു അപകടം നടന്നതായി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഇന്റർനെറ്റിലൂടെ ഇത്തരം അർബൻ ലെജൻഡ് സ്റ്റോറീസ് കൂടുതലും നമ്മൾ കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഈ ബീജിംഗിൽ നടന്ന ബസ്സിലെ ഇൻസിഡന്റ്. ഇതൊരു സത്യമായ കേസ് അല്ലെങ്കിലും ഇപ്പോഴും യാത്രക്കാരുടെ ഉള്ളിൽ പേടി ജനിപ്പിക്കാൻ ഈ കഥയ്ക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ വെറും കഥകൾ മാത്രമാണെന്ന് അധികൃതരും യുക്തിവാദികളും പറയുന്നുണ്ട്. മാനസികമായ തോന്നലുകൾ, അതായത് രാത്രിയിലെ ഏകാന്തതയും നിഴലുകളും ആളുകളിൽ ഭയം ജനിപ്പിക്കുകയും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഒരാൾ പറഞ്ഞ കഥ മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഭീതിപ്പെടുത്തുന്നതാകും. സോഷ്യൽ മീഡിയയിൽ ബ്ലോഗുകൾക്കും ഇത്തരം ക്രീപ്പി കഥകൾ വലിയ പ്രചാരം നൽകി. ചുരുക്കത്തിൽ ബംഗളൂരുവിലെ 375 നമ്പർ ബസ്സിനെ കുറിച്ചുള്ള കഥകൾ നഗരത്തിലെ ഒരു വിനോദം പോലെയാണ് ആളുകൾക്ക് കാണുന്നത്. ഇതിനു പിന്നിൽ ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല. ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാവരും പേടിക്കണം എന്ന് വിചാരിച്ച് ചിലരുണ്ടാക്കിയെടുത്ത കെട്ടുകഥകൾ. അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.